അപ്പം നമ്മുടെ കുഞ്ഞ് ഓണം വിശേഷമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം നമ്മുടെ ഇവിടേക്ക് ഇതേ ഉത്രാട വിളക്ക് ഒരുക്കുന്നത് ഇതുപോലെയാണ്. തെച്ചിപ്പൂവ് ഇതുപോലെ ചന്ദനത്തിൽ മുക്കിയിട്ട് വിളക്കിന് ചുറ്റും ഒട്ടിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഒരുക്കുന്നത്. അപ്പം നിങ്ങളുടെ എവിടെയൊക്കെ ഇങ്ങനെയാണോ ഒരുക്കുന്നത്? ഓരോ സ്ഥലത്തും ഓരോ രീതിയായിരിക്കുമല്ലോ. അപ്പം നമ്മൾ വിളക്കൊക്കെ കത്തിച്ചിട്ട് അത്തത്തിൻ്റെ ഡിസൈനൊക്കെ വരച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അണ്ണനാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ അത്തമിടാൻ ഇരുന്നിട്ട് വെളുപ്പിന് എണീറ്റുള്ള കുളിയും മഞ്ഞും ഒക്കെ ആയപ്പോൾ നല്ല രീതിക്ക് സൗണ്ട് പോയിട്ടുണ്ട്. ജലദോഷവും തൊണ്ടവേദനയൊക്കെ ആയിട്ട് നല്ലതുപോലെ സൗണ്ട് പോയി. അതുകൊണ്ടാണ് 2-3 ദിവസം നമ്മൾ വീഡിയോ ഒന്നും ഇടാതിരുന്നത്. അപ്പം നമ്മുടെ അത്തം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോയി. അപ്പോൾ ഇത് ഞാൻ തന്നെ തച്ചെടുത്തതാണ്, നമ്മുടെ ഓണക്കോടി. ഞാനും മിന്നൂട്ടനും ഒരുപോലെയാണ് തച്ചെടുത്തിട്ടുള്ളത്. നെക്കിൽ ഞാൻ തന്നെയാണ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഡ്രസ്സ്? ഇഷ്ടപ്പെട്ടോ? ഓണം വ്ലോഗ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എൻ്റെ ഈ തൊണ്ടയുടെ പ്രശ്നം കാരണം എനിക്ക് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. കാരണം അത്രയ്ക്ക് തൊണ്ട പ്രശ്നമായിരുന്നേ. അപ്പോൾ ഈ മുല്ലപ്പൂവൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് നമ്മൾ റെഡിയായി. ഋതുക്കുട്ടനെ കൂടി നമ്മൾ റെഡിയാക്കി എടുത്തിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നമ്മൾ നേരെ അടുക്കളയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ കറികളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പായസവും പപ്പടവും കൂടി കാച്ചി എടുത്തപ്പോൾ നമ്മുടെ സദ്യക്കുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സദ്യയൊക്കെ കഴിച്ചു. അപ്പോൾ അടുത്തൊരു ഓണം കൂടി നല്ല രീതിക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും എല്ലാവർക്കും ഹാപ്പി ഓണം.